ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും ചന്ദ്രയും തമ്മിൽ നല്ല വാക്കുതർക്കം ഉണ്ടാവുകയാണ്. രുക്കുവിനെ അർച്ചന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് നടക്കില്ല, ഞാനാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് പറയാണ്. രുക്കു അപ്പോൾ തന്റെ ഈ കള്ളനാടകം പൊളിയാതിരിക്കാനായി അർച്ചനയോട് പറയുന്നുണ്ട്, ചന്ദ്രേച്ചി വന്നത് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ്, ഞാൻ ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറയാണ്. ചന്ദ്ര അപ്പോൾ ശരി, എന്നാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രുക്കുവിനെയും അച്ചുവിനെയും വിളിച്ചു കൊണ്ടുപോകാനായി നിൽക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് അവിടെ ഒന്ന് നിന്നേ, ഇവളെ ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണിക്കാൻ കൊണ്ടുപോകേണ്ടത് സൈക്കാട്രിസ്റ്റിനെയാണ് എന്ന് അർച്ചന പറയുമ്പോ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് അർച്ചന രുക്കു ഗർഭിണിയല്ലെന്നും ഇതുവരെ നടത്തിയതെല്ലാം അവളുടെ കള്ളക്കളിയാണെന്നും ഡോക്ടറെ കണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. രുക്കുവിന്റെ കൂടെ ഇതിനെല്ലാം കൂട്ടുനിന്ന അച്ചുവിനെയും അങ്ങനെ അർച്ചന കുറ്റപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ട് മുകുന്ദനാകെ ദേഷ്യം വരുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ തന്നെ അച്ചുവിനെ പോയി അച്ചുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അച്ചുവിനെ തല്ലാനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും അർച്ചനയും രുക്കും ഇടപെട്ട് മുകുന്ദനെ മാറ്റുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര അർച്ചനയോട് പറയുന്നുണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട് ഇവിടെ നിന്നും അധികം സംസാരിച്ചാൽ നീ വിവരം അറിയുമെന്ന് ചന്ദ്രയോട് അർച്ചന പറയാണ്. ഇതെല്ലാം കേട്ട് നാറി നാണം കേട്ട് ചന്ദ്ര ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇതെല്ലാം കണ്ട് രുക്കുവിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കുറ്റബോധം കൊണ്ട് ഇത്രയും ദിവസം ഈ ഞെട്ടിക്കുന്ന രഹസ്യം മറച്ചുവെച്ചതിൽ അച്ചുവിന് നല്ല സങ്കടമുണ്ട്. താൻ ചെയ്തത് പൂർണ്ണമായും തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് അച്ചു അപ്പൊ തന്നെ അർച്ചനയുടെ കാലിൽ വീണ് തെറ്റുപറ്റിപ്പോയി ചേച്ചി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.